നമസ്കാരം. ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ബാലുശ്ശേരിയിലെ ഒരു സർക്കാർ സ്കൂളിലെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഒരേപോലുള്ള യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്ന, ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന ഒരു ചിത്രം ദേശാഭിമാനിയിൽ വലിയ വാർത്തയായിട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതായത് ഇടത് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവരിക, ആണും പെണ്ണും ഒരേപോലെ ഒരേ യൂണിഫോമിൽ ഇരിക്കുക, അതെല്ലാ സർക്കാർ സ്കൂളിലും നടപ്പിലാക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതുപോലുള്ള ചില സ്കൂളുകളിൽ കാണിക്കുന്നു. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു. എന്നാൽ സമസ്ത പോലെയുള്ള മതസംഘടനകൾ അതിനെതിരെ വലിയ എതിർപ്പുമായിട്ട് വരുന്നു. എതിർപ്പ് കൂടിക്കഴിഞ്ഞപ്പോൾ ഇടത് സർക്കാരിന്, അതായത് ജനാധിപത്യ പുരോഗമന നവോത്ഥാന ഇടത് സർക്കാരിന് വാലും ചുരുട്ടി വെച്ച് കണ്ടം വഴി ഓടിത്തള്ളേണ്ടി വരുന്നു. ഇനി അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം കോഴിക്കോടുള്ള ഒരു സ്വകാര്യ സ്കൂളാണെന്ന് ഓർക്കണം, സർക്കാർ സ്കൂളൊന്നുമല്ല, ഒരു സ്വകാര്യ സ്കൂളിൽ ഒരു പുതിയ സ്കൂൾ കെട്ടിടം കൂടി പണിയുന്നു. അപ്പോൾ ആ സ്കൂളിൻ്റെ മാനേജർ വൈകുന്നേരം രാത്രി സമയത്ത് ഒരു ഗണപതി ഹോമം നടത്തുന്നു. മിക്കവരും ഇതുപോലുള്ള പുതിയ കെട്ടിടമോ വാഹനമോ ഒക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് ഹൈന്ദവർ മാത്രമല്ല, ഇതൊക്കെ ചെയ്യുന്ന ക്രിസ്ത്യാനികളും എന്തിന് രഹസ്യമായിട്ട് ചെയ്യുന്ന മുസ്ലിങ്ങൾ പോലും ഉണ്ട്. ഇപ്പോൾ കോടികൾ ചിലവിട്ട് ഒരു സിനിമ പിടിക്കുന്നു. സിനിമയ്ക്ക് മുമ്പായിട്ട് പൂജ എന്ന് പറയുന്ന സംഗതിയൊക്കെ ഉണ്ട്. അത് ഒട്ടുമിക്കവരും ചെയ്യുന്നതാണ്. മമ്മൂട്ടി വരെ, വലിയ ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള മമ്മൂട്ടി പോലും ഒരുപക്ഷെ ഹൈന്ദവ ആചാരപ്രകാരം അവിടെ നിന്ന് തൊഴുന്ന കാഴ്ച നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട്. അത് അവിടെ മാറി നിൽക്കട്ടെ. ഈ സ്കൂളിൽ നടന്ന ഈ ഗണപതി ഹോമം കുറച്ച് SDPക്കാരും ഈ സഖാപ്പികളുമൊക്കെ DYFIയുടെ ആൾക്കാരും CPMൻ്റെ ആൾക്കാരും വന്ന് തടയുന്നു. അത് പോലീസ് കേസായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്വകാര്യ സ്കൂൾ കെട്ടിടത്തിൽ ആ മാനേജർ നടത്തിയ ഒരു ഗണപതി ഹോമം ചെന്ന് പുറത്തുനിന്ന് വന്ന ഇവർ അലമ്പുണ്ടാക്കി. അവസാനം പോലീസ് വന്നിട്ട് കേസെടുത്തത് ഈ അലമ്പുണ്ടാക്കിയവർക്കെതിരെയല്ല, ആ മാനേജർക്കെതിരെ കേസെടുത്തു. ഇത് ഏത് നാടെന്ന് ഓർത്ത് വയ്ക്കുക. ശരി, അന്നും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇടതുപക്ഷവും ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്നാൽ അതേ കൂട്ടർ കാണാതെ പോയൊരു കാര്യമുണ്ട്. അത് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ഇതേപോലെ തന്നെ ഒരു സ്കൂളിൽ അവിടെ ശാസ്ത്രമേളയുടെ ഭാഗമായിട്ട്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ശാസ്ത്രമേളയുടെ ഭാഗമായിട്ട് മെക്ക, മദീന തുടങ്ങിയ രൂപങ്ങൾ, അതേപോലെ തന്നെ എറാത്ത് പാലോ അങ്ങനെ എന്തോ ഒരു പാലോ ഒക്കെ കാണിച്ചത്. അതായത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ആ വഴിയിലൂടെ പോകണമെങ്കിൽ പർദ്ദയൊക്കെ ഇട്ട ആളുകൾക്ക് മാത്രമേ, മതത്തിന് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ സ്വർഗം കിട്ടൂ, അല്ലാത്തവർക്ക് നരകമായിരിക്കും. ഇത് അവിടെ ഈ കൊച്ചുകുട്ടികളെ വെച്ചിട്ട് ഈ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിച്ച് കാണിക്കുന്നു. ഇൻഷാ അള്ളാ വിളികളും ഒരക്ഷരം മിണ്ടിയില്ല. ഒറ്റൊരുത്തനും ഈ പോയി ഗണപതി ഹോമം അലമ്പാക്കിയവന്മാരൊന്നും മിണ്ടിയേയില്ല. അത് പിന്നെ രാത്രിയിൽ ഈ സ്കൂളുമായിട്ട് പഠനമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത നടന്നൊരു കാര്യമാണ്. ആ സമയത്ത് അവിടെ അധ്യയനം പോലും നടക്കുന്നില്ല. അതായത് സ്കൂൾ കെട്ടിടം പണിയുന്നു, അതിൻ്റെ ഭാഗമായിട്ടൊരു ഗണപതി ഹോമം നടത്തിയതാണ്. അത് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയോ വിദ്യാഭ്യാസത്തെയോ ആരെയും ബാധിക്കുന്ന കാര്യമല്ല. ഇത് പക്ഷേ ശാസ്ത്രമേളയിലാണ് ഈ കാട്ടായം കാണിച്ചു വെച്ചത്. ഒരക്ഷരം മിണ്ടിയില്ല. ഇനി അതിനെല്ലാം ശേഷം ഈ അടുത്ത കാലത്തായിട്ട് സ്കൂൾ ടൈം കൂട്ടുന്നതിനെ പറ്റി ചർച്ച നടന്നു. സ്കൂൾ ടൈം അരമണിക്കൂർ കൂട്ടണം എന്ന രീതിയിൽ നടപ്പാക്കാൻ ഒരുങ്ങി. പക്ഷേ മദ്രസയിൽ പോകാൻ, മതവിദ്യാഭ്യാസത്തിന് അത് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമസ്തയും ഇതേപോലുള്ള ആളുകളും അതും തടഞ്ഞു. അപ്പോൾ അരമണിക്കൂർ എന്നുള്ളത് 15 മിനിറ്റ് എന്തോ ആക്കി കുറച്ചു. പലയിടത്തും അതുപോലുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടാണ് ഈ സൂംബ, ഈ നൃത്തം, അത് കായികവും കലയും രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള സംഗതിയാണ്. പക്ഷേ അത് പറ്റില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഇടകലർന്നിരിക്കും. അത് ഞങ്ങളുടെ മതത്തിൻ്റെ രീതികൾക്ക് വിരുദ്ധമാണ്, അതിനാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ശിവൻകുട്ടിയൊക്കെ നെളിഞ്ഞു നിന്ന് പറയുന്നുണ്ട് സ്കൂളിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൽ എന്ത് ചെയ്യണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചാലൊന്ന് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവരെ കൊണ്ട് അതിനുള്ള യാതൊരു കഴിവുമില്ല, ആർജവുമില്ല, നട്ടലിന് ഉറപ്പില്ല. അത് 100% ഉറപ്പായിട്ട് പറയാം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനകം തന്നെ ഇവരുടെ തല കൊണ്ട് ഇവരുടെ കഷത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞു. ഇനി അവർ പറയുന്നത് അനുസരിക്കുക എന്നതിൻ്റെ അപ്പുറം ഇവർക്ക് മറ്റൊരു മാർഗ്ഗമില്ല. അല്ലെങ്കിൽ ഇവരെയൊക്കെ നഖശികാന്തം എതിർക്കുന്ന ഒരു കാലം വരും. എപ്പോഴാണെന്നറിയാം, ഇവർ തോറ്റ് തുന്നമ്പാടി ഭരണത്തിൽ നിന്നെല്ലാം വെളിയിൽ പോയതിനു ശേഷം തിരിച്ചറിവ് വരുന്നൊരു കാലത്ത് അവർ അതിനെ എതിർക്കും. പക്ഷേ ഇപ്പോൾ അവർക്ക് അതിനുള്ള യാതൊരു ആർജവുമില്ല, നട്ടലിലുറപ്പുമില്ല, അതിനുള്ള തൻ്റെടവുമില്ല. വെറുതെ കിടന്ന് ഡയലോഗ് അടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം അവർ എതിർത്തപ്പോൾ തന്നെ നമുക്കത് ചർച്ചയാവാം എന്ന തരത്തിൽ അപ്പം ഗോവിന്ദൻ ടീമൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ അവിടെ ഇവിടെയും തൊട്ടും തൊടാതെയും പിണറായിയൊക്കെ പറയുന്നതല്ലാതെ സമസ്തയെ എതിർക്കാനുള്ള നട്ടലുറപ്പൊന്നും ഒരു ഇടതുപക്ഷക്കാരനും ഇല്ല, ഉണ്ടാവാനും പോണില്ല. മുൻപൊക്കെ ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പം ആദ്യം തന്നെ ചാടി ഇറങ്ങി സംഘപരിവാർ അങ്ങ് എതിർക്കുമായിരുന്നു. അപ്പോൾ ഇവന്മാർക്ക് പണി എളുപ്പമായിരുന്നു. സംഖ്യകൾ എതിർത്തോളൂല്ലോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഖ്യകൾക്കെതിരെയായിട്ട് വരികയും ചെയ്യും. ഇത്തവണ ഈ സൂംബ വിവാദത്തിലൊന്നും അവർ വലുതായിട്ട് എതിർക്കാൻ, ഇവനൊക്കെ എന്ത് വേണേലും കാണിക്കട്ടെ. അവസാനം ജനങ്ങൾക്ക് മനസ്സിലായി ഇവിടെ സംഖ്യകളുടെ ഭരണം വന്നാൽ മാത്രമേ ഇവനെയൊക്കെ നിലയ്ക്ക് നിർത്താൻ പറ്റൂ എന്ന് ജനം ചിന്തിക്കുന്നിടത്തേക്ക് എത്തും. അതുതന്നെയാണ് അവർ നോക്കിയിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും പെടുന്നത്. ഇപ്പോൾ ഈ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ സൂംബ നൃത്തത്തിലും ഇവന്മാർക്ക് പിന്തിരിയേണ്ടി വരും. മറ്റു മാർഗ്ഗമില്ല. അങ്ങനെ പിന്തിരിയും കൂടെ ചെയ്തു കഴിയുമ്പോൾ ഇവിടുത്തെ സാധാരണ ജനം ചിന്തിച്ചു തുടങ്ങും, പിന്നെ എന്തിനാണ് ഇവനെയൊക്കെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതെന്ന്. അങ്ങോട്ട് തന്നെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ കൊണ്ട് ഒന്നും കൂട്ടിയാൽ കൂടത്തില്ല ഇവറ്റകളെ അടക്കി നിർത്താൻ. കാരണം കാലാകാലങ്ങളിൽ അവരുടെ വോട്ട് മേടിച്ച് കാര്യം കാണുമ്പോൾ അവർക്ക് വേണ്ടി കുനിഞ്ഞു നിൽക്കേണ്ടി വരും എന്നുകൂടി ഓർക്കണമായിരുന്നു.